അല്ല, അതിലിപ്പോൾ നമ്മൾ ദുരൂഹത പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ നടന്നിട്ടുള്ള ഞാനിവിടെ വ്യക്തമായിട്ട് പറയും, ഇതിൻ്റെ പിന്നിലെല്ലാം അടിമുടി ദുരൂഹത ഉണ്ടല്ലോ. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യമില്ലേ? നിങ്ങൾ അവിടെ ഈ പൂരത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ? നിങ്ങൾ പറ, ആ പൂരത്തിൻ്റെ ഭാഗമായിട്ട് ദുരൂഹമായ രാഷ്ട്രീയ ഇടപെടൽ സംഘപരിവാർ ശക്തിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ തെളിവുകൾ നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇപ്പോൾ പുതിയതായ അന്വേഷണ സംഘം വരട്ടെ, ആരുടെ മുമ്പിൽ എനിക്കറിയാവുന്ന കാര്യം ഞാൻ അവരോട് പറയാം. എനിക്ക് കുറേ കാര്യം അറിയാലോ. ആ അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് ഇനി അന്വേഷണ സംഘം എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരോട് പറയും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ അവരെ സഹായിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ സഹായിക്കും. അല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ലിസ്റ്റോയി ഞാൻ പറഞ്ഞത്, ആദ്യ റിപ്പോർട്ട് വന്നതുപോലെ ഒച്ചഴയുന്നത് പോലെ റിപ്പോർട്ടിൻ്റെ അന്വേഷണം അറിയാൻ പാടില്ല. അതിവേഗതയിൽ, കുതിരയുടെ വേഗതയിൽ അന്വേഷണം നടത്തി ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രതിപക്ഷ നേതാക്കളടക്കം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണത്തിൽ സംതൃപ്തനാണോ വ്യക്തിപരമായി? അല്ല, ഞാൻ വ്യക്തിപരമായി അന്വേഷണം സംതൃപ്തനാണ്. ഇനി ആ റിപ്പോർട്ട് കൂടി വന്നാൽ നമുക്ക് പറയാൻ പറ്റും. ഈ അന്വേഷണത്തിന് തകരാറുണ്ടെന്ന് പറയണമെങ്കിൽ അപ്പോഴേ പറയാൻ പറ്റും. ഞാൻ നിങ്ങളുടെ മുമ്പും പറഞ്ഞിട്ട്, ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ ഭാഗം എന്നതിൽ നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഈ സർക്കാരിലും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏജൻസികളിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ഏതറ്റം വരെ ആ ഗവൺമെൻറ് മുന്നോട്ട് പോകുമെങ്കിലും ആ ഗവൺമെൻറ്റിൻ്റെ ആ നിലപാടുകളോട് യോജിച്ച് നിന്നുകൊണ്ട് മാത്രമേ എൻ്റെ വിയോജിപ്പുകൾ പറയാൻ എനിക്ക് പറ്റുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. UDFിന് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അവരെ UDFിന് അഭിപ്രായം അവർക്ക് പറയാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്, അതിനുള്ള എല്ലാ ജനാധിപത്യമായ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അവർ പറയട്ടെ. ഇനി അവർ അന്വേഷണം വേണ്ട, പോരാന്ന് അവർ പറയട്ടെ. അവരുടെ അഭിപ്രായമല്ല, അത് അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയട്ടെ. CPIയുടെയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ അഭിപ്രായം ഞാൻ പറയുന്നു. ഈ അന്വേഷണത്തിൽ ഞാൻ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു. അന്വേഷണം ദ്രുതഗതിയിലാകട്ടെ.